ബോധമായി തുടങ്ങുമ്പോ നമുക്ക് ഈ സാധനം വരത്തില്ല. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്. ഈ വീഡിയോയിലിരിക്കുന്ന ചേച്ചിയെ കണ്ടിട്ട് ഈ വീഡിയോയുമായിട്ട് പതിറ്റാണ്ടുകളുടെ വ്യത്യാസം വല്ലതും തോന്നുന്നുണ്ടോ? പക്ഷെ ഈ വീഡിയോയിലോട്ട് ഷിഫ്റ്റ് ആയപ്പോ ചേച്ചിയുടെ അഡ്രസ് അങ്ങ് ചേഞ്ച് ചെയ്തു. കൈ ഇത്രയും വരുന്നത് ഇടാൻ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. ഈസ് ഈക്വൽ ടു ചേച്ചി തന്ന കണക്ക് പ്രകാരം ഇപ്പോഴും ബോധം വരാത്ത ടീമിലാ നീ. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. ഒരു പണിയുമില്ലെങ്കിൽ വ്ളോഗ് ചെയ്യണമെന്ന് ഒരു രാജ്യത്തെ പഠിപ്പിച്ചത് അവനായിരുന്നു. കൈ പൈസ ഉണ്ടെങ്കിൽ കഴിവ് വേണ്ട എന്ന് പഠിപ്പിച്ചത് അവനായിരുന്നു. ഒരു മനുഷ്യനെ തന്നെ 1000 പ്രാവശ്യം പ്രാങ്ക് ചെയ്ത് സ്വയം കോമാളിയായാലും എന്താ, പ്രേക്ഷകരെ അത് ഏറ്റെടുത്ത് തൂക്കുമെന്ന് പഠിപ്പിച്ചത് അവനായിരുന്നു. ഇതാണ് അവൻ LKG പിള്ളേരുടെ വികാരം മുതലെടുത്ത് കെട്ടിപ്പടുത്ത അവന്റെ സാമ്രാജ്യം. ഇതിലെ ഓരോ വീഡിയോ കാണുമ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചോണ്ടേയിരിക്കും ഞാനൊരു ദരിദ്രനാണെന്ന്. അതൊരു സത്യം തന്നെ, എന്നാലും ഇങ്ങനെ ഓർമ്മിപ്പിക്കാവോ? അന്നൊരിക്കൽ ലോക്ക്ഡൌൺ കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു +2 കഴിഞ്ഞ് പണ്ടത്തെ പോലെ ആവുന്നത്. +2 കഴിഞ്ഞപ്പോ മൊത്തത്തിൽ അങ്ങ് മൂഞ്ചി. ഈ മൂഞ്ചിന്നൊക്കെ സാധാരണ, പക്ഷെ സ്ഥിരമായിട്ട് മൂഞ്ചുന്നത് സാധാരണമല്ല. ഫാമിലി വ്ളോഗേഴ്സ് അഥവാ വ്ളോഗേഴ്സ്. ഒരു ഫാമിലി വ്ളോഗർ ആവാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഉളുപ്പില്ലാഴിക, നാണമില്ലാഴിക, ഇത് വിറ്റ് കാശാക്കാനുള്ള ഒരു മൈൻഡ്. ഇത് 3 റിപ്പീറ്റ്, അതും കൃത്യം ഡെയിലി 4 മണി. എടാ, ഓരോ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടന്ന അവര് വെളി സൗണ്ട് കേൾക്കാതെ അകത്ത് കിടന്ന് കയറ് പൊട്ടിക്കുന്നത്. എങ്ങനെയാടാ ഇത് നീ നാട്ടുകാർക്കെല്ലാം നാണോ ഇല്ലാതെ പരസ്യം കൊടുത്ത് കാശാക്കുന്നത്? പിന്നെ നാട്ടുകാർക്ക് ഇത് തന്നെയാണല്ലോ വേണ്ടത്. ഹലോ, ഇന്ന് എന്റെ അമ്മക്കാട് ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് എല്ലാവരെയും വെറുപ്പിക്കാൻ പോവാണ്. ഇവരുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റിപ്പോർട്ട് അടിച്ചാലും പിന്നെ റെക്കമെൻഡ് ചെയ്യും. സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം, അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം. സായിപ്പിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം, അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം. ഇതിപ്പോ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന് വേറൊരു ട്രാൻസ്ലേറ്റർ വേണ്ട അവസ്ഥയായി. പച്ച മലയാളത്തിൽ പറയാം സ്റ്റേ. അതിപ്പോ പറയാൻ കഴിയില്ല. ദേവ്ജി ദൂരെ നിന്ന് വന്നിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ പറയില്ല എന്ന് പറഞ്ഞു പോയേക്കോ. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആളിറക്കിയിട്ട് അവനാണ് ഏറ്റവും കൂടുതൽ ഊക്കി വിടുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പോലീസിനെ പേടിച്ചിട്ട് പഞ്ചായത്ത് വിടുന്നതാണെങ്കിൽ പിന്നെയും ഇത് രാജ്യം തന്നെ വിട്ടിരിക്കുക. മഷിയിട്ട് നോക്കിയാൽ പോലെ ഇനി ഏട്ടനെ കിട്ടും.